ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എഴുന്നേൽക്കാൻ കുറച്ചധികം ലേറ്റായിട്ടോ. 7:30 കഴിഞ്ഞു എഴുന്നേൽക്കുമ്പോൾ. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ കുഞ്ഞിച്ചക്ക എഴുന്നേറ്റു. അപ്പോൾ അവനെ ഉറക്കാൻ വേണ്ടി ഞാൻ വീണ്ടും അവിടെ കിടന്നു. അപ്പോൾ അവനെ ഉറക്കിയിട്ടുണ്ട്. എത്ര നേരം ഉറങ്ങുമെന്ന് അറിയില്ല. കുറച്ച് നേരം ഉറങ്ങാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാനൊരു കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അത് തന്നെയാണ് കേട്ടോ ചെയ്തത്. ആദ്യം എഴുന്നേറ്റ ഒരു കട്ടൻ കാപ്പി വെക്കും, അത് കുടിക്കണം. അത് ഒരു ശീലമായിപ്പോയി. പിന്നെ ഞാൻ പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറി തന്നെയാണ്. അപ്പോൾ ഈ കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള കടലയും സബോള, അതുപോലെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ടുപൊടി നനച്ച് വെച്ചു. കുറച്ച് പുട്ടുപൊടി മതി, കാരണം ഞങ്ങൾക്ക് 3 പേരല്ലേ കഴിക്കാനുള്ളൂ. അത് ഓരോ കഷ്ണം പുട്ട് വീതം ഓരോരുത്തർ കഴിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനാവശ്യമുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുഞ്ഞിച്ചക്ക എഴുന്നേറ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എഴുന്നേറ്റാലും കുഴപ്പമൊന്നുമില്ല. അവൻ്റെ അച്ഛനുണ്ട് അവിടെ, അപ്പം അച്ഛൻ്റെ അടുത്ത് ഇരുന്നോളും. എന്നാലും ചിലപ്പോൾ കരയും. അതുകൊണ്ടാണ് ഇടയ്ക്ക് പോയി നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ പുട്ടുപൊടിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നനച്ച് വെച്ച പുട്ടുപൊടിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. ഇതിനിടയിൽ നമ്മുടെ സ്കൂളിൽ പോകുന്ന ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പുട്ടും കടലയാണെന്ന്. അപ്പോൾ പുട്ടും കടലയാണെന്ന് പറഞ്ഞപ്പോൾ അവന് നല്ല സന്തോഷമായി. അവന് പുട്ടും കടലും പപ്പടും കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ 5ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കൾ 5ൽ പഠിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി അതത് സ്ഥാനത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും പാത്രങ്ങൾ ഉണ്ടായിരിക്കും. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം. അപ്പോൾ ഉള്ള പാത്രങ്ങൾ ഞാൻ വേഗം കഴുകി വെച്ചു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കുറ്റിപ്പുട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെന്തു. ദേ അപ്പയ്ക്ക് നമ്മുടെ കുഞ്ഞിച്ചക്കൻ എണീറ്റിട്ട് വരുന്നുണ്ട്. കരഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. പിന്നെ കണ്ടപ്പോൾ ഓടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര സന്തോഷമാവും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി എടുത്തു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കും അവൻ. അപ്പോൾ നമ്മുടെ അടുത്ത കുറ്റി പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും പുട്ട് കുത്തിയെടുത്തു. എന്നിട്ട് ഇനി പപ്പടം കാച്ചാനാണ് കേട്ടോ പോണത്. പപ്പടം ഇല്ലാണ്ട് ജീവിതമില്ല എന്ന് പറയുന്ന പോലെ എൻ്റെ മോനെ പപ്പടം എന്തായാലും വേണം. അപ്പോൾ ഞാൻ പപ്പടം കാച്ചുന്നുണ്ട്. ഇതിനിടയിൽ ഏട്ടൻ്റെയും അനിയൻ്റെയും വർത്താനും കളിയും ചിരിയും ഇടയ്ക്ക് കരയണ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് ഞാൻ ഇപ്പോൾ പോകണില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്ന് എത്തിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിച്ചക്ക എൻ്റെ കൂടെ അങ്ങോട്ട് പോരും. അതുകൊണ്ട് ആ റിസ്കിന് ഏറ്റെടുക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മുടെ പണികളൊന്നും നടക്കില്ല. ഇതിൻ്റെ ഇടയിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം മോനെ കുറുക്കുണ്ടാക്കണം. അവനെ സാധാരണ ദോശ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട്, ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ. പക്ഷെ പുട്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ റാഗി കുറുക്ക് മോനെ ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കണം. ഇനി നമുക്ക് കടലക്കറി ഒന്ന് ഉള്ളി കാച്ചണം. അപ്പോൾ ഞാനതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളിയൊക്കെ മൂപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളി മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂത്താൾ യൂണിഫോം ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തു. അപ്പോൾ അവൻ പറയുന്നുണ്ട് അമ്മ 8:15 സമയം 8:15 കുറച്ച് ലേറ്റായി. എന്നാലും പോകുമ്പോഴേക്കും കടലക്കറിയും അതുപോലെ തന്നെ പുട്ടും പപ്പടമൊക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ അവന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം സ്കൂളിൽ നിന്നുണ്ട്. അപ്പോൾ ചോറ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാക്കുന്നത്. ആദ്യമായിട്ടാണ് സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും എന്നറിയില്ല. അപ്പോൾ ഞാനും നിരുത്സാഹപ്പെടുത്തിയില്ല. അവനെ ഇഷ്ടമുണ്ടെങ്കിൽ അവിടുത്തെ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കടലക്കറി കൈപ്പിടിച്ചു എന്ന്. എനിക്ക് നല്ല പനിയും ജലദോഷമൊക്കെയാണ്. അതുപോലെ തന്നെ കുഞ്ഞിച്ചക്കനും ഉണ്ടായിരുന്നു പനി, ജലദോഷം. അവനൊന്ന് കുറഞ്ഞു. അപ്പോൾ അവൻ്റെ കുറഞ്ഞപ്പോൾ എനിക്ക് വന്നു. ആദ്യം വന്നത് മൂത്താൾക്കാണ്. അപ്പോൾ അവൻ്റെ നിന്ന് കുഞ്ഞിച്ചക്കനെ കിട്ടി, കുഞ്ഞിച്ചക്കനെ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഞാനത് മോനുള്ള ഫുഡൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അവനെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ കുഞ്ഞിച്ചക്കനെ ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ കുഞ്ഞിച്ചക്കനെ കുറച്ച് നേരം എടുത്തു. അപ്പോൾ അവൻ കളിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോൻ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉണ്ണിക്ക് ഉമ്മയൊക്കെ കൊടുത്തു. അവൻ വണ്ടി വരുന്നു പറഞ്ഞിട്ട് വേഗം പോയി. അപ്പോൾ അവൻ്റെ കൂടെ അതേ അച്ഛനും ഉണ്ണിയും കൂടിയിട്ട് ഏട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ കേട്ടോ.